ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് ലോകത്തിലെ തന്നെ മൂന്നാമത്തേതും നോർത്തേൺ യൂറോപ്പിലെ ആദ്യത്തേതുമായിട്ടുള്ള ക്യോളിൻ കത്തീഡ്രലിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇതിന് പല പേരുകളുണ്ട്. ക്യോളിൻ കത്തീഡ്രൽ എന്നും കൊളോൺ എന്നും അങ്ങനെ ഇഷ്ടം പോലെ. പണ്ട് മുതലേ ഈ പള്ളിയെ കുറിച്ച് കുറെ അധികം കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം മുതലുള്ള ആഗ്രഹമാണ് ഇതൊന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. 600 വർഷത്തിലേറെ സമയമെടുത്തിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. പക്ഷെ അതിന്റെ വർക്ക് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ചില അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവില് കൊടുത്തൊരു ശാപമായിരുന്നു. എന്ന് ഈ പള്ളിയുടെ പണി പൂർത്തിയാവുന്ന അന്ന് ഈ ലോകം മൊത്തം അവസാനിക്കും എന്നാണ് പറയുന്നത്. ഇത് ഈ പള്ളി പണിയുന്ന ആർക്കിടെക്ചറിന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന ടൈമില് ഡെവിൽ ഇതറിഞ്ഞ് മനുഷ്യരൂപത്തിൽ വന്ന് ആർക്കിടെക്ചറിന് നൽകിയ ഒരു ഡിസൈനിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഒരു ഡെവിൽ ഇൻസ്പയർഡ് സ്ട്രക്ചർ. അതോടൊപ്പം തന്നെ ഡെവിൽ ഒരു കാര്യം ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു, ഒരു കാലാവധിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാലാവധി കഴിഞ്ഞ് പിറ്റേന്ന് നേരം പുലരുന്നതിന് മുന്നേ, കോഴി പോകുന്നതിന് മുന്നേ പണി തീർക്കുകയാണെങ്കിൽ ആർക്കിടെക്ചറിന്റെയും ഫാമിലിയുടെയും ജീവനാണ് ഡെവില് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പണിയൊക്കെ വേഗം തീർന്നു വരുമ്പോൾ ആർക്കിടെക്ചറിന്റെ ഉള്ളിലെ ഭയം കൂടിക്കൂടി വരികയായിരുന്നു. ഇതറിഞ്ഞ ആർക്കിടെക്ചറിന്റെ ഭാര്യ പറഞ്ഞ കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ പണിയെല്ലാം തീർത്ത് ഒരു കല്ല് വെക്കാനുള്ള ഗ്യാപ്പ് വിട്ടു വെക്കുകയും അതിനുശേഷം കോഴി കൂവിയതിനു ശേഷം ആ ഒരു കല്ല് വെച്ച് ഫില്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതറിഞ്ഞ ഡെവിലിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഡെവിൽ ഒരു ശാപം കൊടുക്കുകയാണ്. എന്നീ കത്തീഡ്രലിന്റെ പണി പൂർത്തിയാവുന്നോ അന്ന് ലോകം അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഡെവില് പോയത്. അതേപോലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമില് 13 പ്രാവശ്യമാണ് ഈ പള്ളി ആക്രമിക്കാൻ നോക്കിയത്. പക്ഷെ ഇതിനൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ഇവിടത്തുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഇതിന്റെ പണി പൂർത്തിയാവണമെങ്കിൽ ലോകം അവസാനിക്കും എന്ന് തന്നെയാണ്. പള്ളിയെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.